അപ്പൊ ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് സ്പെസിഫിക്കേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ ഫോർ റോ മെറ്റീരിയൽസ് ഇൻ ഫാർമ ഇൻഡസ്ട്രി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അഗെയിൻ 6th സെമസ്റ്റർ B-Pharm ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷൂറൻസ് യൂണിറ്റ് 2 തേർഡ് ടോപ്പിക് ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് എന്നുള്ളതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. So this is the learning objective. After the session, you will be able to understand, describe and write about the purchase specification for raw material and maintenance of store for raw materials എന്നുള്ളതാണ്. സോ കമ്മിങ് ടു ഇൻട്രൊഡക്ഷൻ ടു ദ റോ മെറ്റീരിയൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്യുപ്മെന്റ്സിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ക്വാളിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബിക്കോസ് ദ ഗ്രേഡ് ആൻഡ് ദ പ്യൂരിറ്റി, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്വാളിറ്റി അഷൂറൻസിന്റെ ഒറിജിൻ, ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കുറെ അധികം ഒരിക്കലും ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത് ഒരു ബൈ ചാൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുറെ അധികം അൺഫോർച്ചുനേറ്റ് ഇവന്റ് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള അൺഫോർച്ചുനേറ്റ് ഇവന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രിവെൻഷൻ മെത്തേഡാണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള കുറേയധികം ട്രാജഡീസ് ഉണ്ട്. അതിൽ ഒന്ന് താലിഡോമൈഡ് ട്രാജഡി ആയിരുന്നു. രണ്ടാമത്തെ ഒരു ഇവന്റ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു എലിക്സർ അല്ലെങ്കിൽ കോൾഡ് സിറപ്പ് ആയിരുന്നു, കഫ് സിറപ്പ് ആയിരുന്നു. കഫ് സിറപ്പിൽ അതിൽ യൂസ് ചെയ്തിരുന്ന ഒരു പോളിമർ അല്ലെങ്കിൽ ഒരു സോൾവെന്റ് ആയിട്ടുള്ള ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഗ്ലിസറോളിന് പകരം സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. അതിന്റെ ടോക്സിസിറ്റി കാരണം കുറെ അധികം അറൌണ്ട് 8 ചിൽഡ്രൻസ് ഒക്കെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള കുറേയധികം റെഗുലേറ്ററി സ്ട്രിഞ്ചന്റ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സാധനമാണ് ക്വാളിറ്റി അഷൂറൻസ് ആണെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിലും അതുമായിട്ട് ഫുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്ന സമയത്ത് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി അത് സിന്തസിസ് ചെയ്യുന്നത് ആസ് പെർ ദ GMP ആയിരിക്കാം മെജോറിറ്റി, ബിക്കോസ് ദേ ആർ ഇന്റൻഡഡ് ടു യൂസ് ഇൻ ഫാർമ ഇൻഡസ്ട്രി, സോ ദേ ഹാവ് ടു ഫോളോ ദ GMP. ബട്ട് മെനി ഓഫ് ദ റോ മെറ്റീരിയൽ ഓർ excipient used along with the active pharmaceutical ingredients are not following this kind of GMP guidelines. So the selection of raw material, especially the excipient, is very, very important for ensuring the quality as well as safety of the pharmaceutical products, as well as the containers, as well as closure. That also have to be evaluated, which will play a vital role in ensuring products stay stable and safe throughout the shelf life. And by controlling the selection, specification and storage of raw material, we can ensure the safety as well as efficacy of the pharmaceutical product. Okay, now directly coming to selection എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രത്യേകിച്ച് ഫാക്ടേഴ്സുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കാരണം ഏതാണോ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് വരുന്നത് അതിന് R&D ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിട്ടുള്ള എക്സിപ്പിയൻസേ നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ളൂ. അതിൽ പിന്നെ പ്രത്യേകിച്ച് സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ പോലെ സെലക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ എന്ന് പ്രത്യേകിച്ച് ഇനിയൊന്നും സെലക്ട് ചെയ്യാനില്ല. ഗ്രേഡ് മാത്രമേ ചൂസ് ചെയ്യാനുള്ളൂ. എന്താണോ അവിടെയുള്ള സബ്സ്റ്റൻസ് എന്നുള്ളത് ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ള NDA അപ്രൂവൽ എന്ന് പറയുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ് പാസ്സായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് മാനുഫാക്ചറിങ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഡിസ്കവറി സ്റ്റേജസുകൾ നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാവേണ്ടതുണ്ട്. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു ഡ്രഗ് മാർക്കറ്റിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നടക്കേണ്ട പരിപാടി എന്ന് പറയുന്നത് അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ മോളിക്യൂൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു API ഡിറ്റർമൈൻ ചെയ്യപ്പെടണം. അതായത് പുതിയ ഒരു കെമിക്കൽ സ്ട്രക്ചർ, ആ കെമിക്കൽ സ്ട്രക്ചറിന്റെ SAR സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ സ്ട്രക്ചറിൽ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് പുതിയൊരു കോമ്പൗണ്ട് ആവും. ആ കോമ്പൗണ്ടിന് എന്തൊക്കെ രീതിയിലുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ഉണ്ടാവും, ആ ഫാർമക്കോളജിക്കൽ എഫക്ട്സിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഏതൊക്കെ ADRകൾ കൂടും കുറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പുതിയ സ്ട്രക്ചർ കണ്ടെത്താനും അത് സിന്തസിസ് ചെയ്യാനും ആ സിന്തസിസ് ചെയ്ത സാധനത്തിനെ ആദ്യം പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്റ്റഡീസ് നടത്താനും അനിമൽ സ്റ്റഡീസ് നടത്താനും ആ അനിമൽ സ്റ്റഡീസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അനിമൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ് ഉണ്ട്. വെറുതെ ഒരു അനിമലിനെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല.
അത് പാസ്സാവണം. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം IND അപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അടുത്ത ഒരു റെഗുലേറ്ററി റിക്വയർമെന്റ് ഉണ്ട്. പുതിയ ഒരു ഡ്രഗ് പ്രീ ക്ലിനിക്കൽ അനിമൽ സ്റ്റഡീസ് സക്സസ്ഫുള്ളി സേഫ് ആൻഡ് എഫിക്കസ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഹ്യൂമനിൽ ഇതിന്റെ എഫക്ട് സ്റ്റഡി ചെയ്യാനുള്ള പെർമിഷൻ സീക്ക് ചെയ്യുന്ന അടുത്ത ഒരു അപ്ലിക്കേഷൻ ആണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദെൻ അതിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ phase 1, phase 2, phase 3 വരെയുള്ള ക്ലിനിക്കൽ ട്രയലുകൾ നടക്കും ഹ്യൂമൻ സബ്ജക്റ്റിൽ. അത് സക്സസ്ഫുള്ളി എഫിക്കസ് ആണ്, സേഫ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റെഗുലേറ്ററി റിക്വയർമെന്റ് ഉണ്ട്. അതാണ് NDA, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ഗ്രാൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ്, ഇതിന്റെ കൂടെ തന്നെ ഇത് നടക്കുന്നുണ്ടാവും. ലാബ് സ്കെയിലിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലനെ ഒരു വലിയ സ്കെയിലിലോട്ട് മാറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ കണ്ടെത്താൻ പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് എന്നൊക്കെയുള്ള ഒരു സാധനമുണ്ട്. ഇതെല്ലാം നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു മാനുഫാക്ചറർ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മാനുഫാക്ചറർ ലൈസൻസ് കിട്ടുന്ന സമയത്താണ് നേരത്തെ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്, അതിനുള്ള എക്സിപ്പിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വേണ്ട റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ചോയ്സസ് ഫോർ സെലക്ഷൻ ഓഫ് എക്സിപ്പിയൻ അതർ ദാൻ വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ NDA, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ വഴി നമുക്ക് അപ്രൂവൽ തന്നിട്ടുള്ള എക്സിപ്പിയൻസ് അല്ലാതെ വേറൊരു എക്സിപ്പിയൻസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് സെലക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് ഇവിടെ വരാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, now coming to the purchase specification of raw material. Once again, purchase specification മാത്രം നമുക്ക് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. So you must write the definition of purchase specification. It is an detailed description of measurable characteristics of a product or service that being purchased. So by formulating or by preparing an purchase specification which will give a blueprint which will provide clear guidelines for purchasing personnel as well as the firm criteria for the vendor to evaluate the product or service that align with the company's needs and standards. Now coming to the elements of purchase specifications of the raw material. നേരത്തെ നമ്മൾ എക്യുപ്മെന്റ്സിന്റെ പർച്ചേസ് സ്പെസിഫിക്കേഷന്റെ പാർട്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറെ അധികം ഹെഡിങ്സുകൾ വരാനുണ്ട്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ഐഡന്റിറ്റി ആൻഡ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് വൺ മെറ്റീരിയൽ quality and purity specification, physical and chemical properties, packaging and storage requirement, supplier and batch information, and safety and handling information. The first one is material identity and description. So, ഓരോ മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും they have their own identity. So, we have to mention material name, common name ഉണ്ടാവും, സയന്റിഫിക് നെയിം ഉണ്ടാവും, കെമിക്കൽ നെയിം ഉണ്ടാവും. ഏതാണോ അപ്ലിക്കബിൾ അതാണ് നമ്മൾ ഒരു വെണ്ടർക്ക് കൊടുക്കേണ്ട പർച്ചേസ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റിന് നമ്മൾ എപ്പോഴും സയന്റിഫിക് നെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഒരു വെണ്ടർ എന്നുള്ളത് ഒരു മാർക്കറ്റിലുള്ള ഒരു ഏജന്റ് ആണ്. സോ വി ഹാവ് ടു യൂസ് ദ കോമൺ നെയിം, സം ടൈം ജനറിക് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, ഇങ്ങനെയുള്ള നെയിംസുകൾ യൂസ് ചെയ്യേണ്ടി വരും. Now synonyms, if there is any alternative trade name or another name, we have to mention it. Then important thing is CAS number, that is chemical abstract service registry number for the chemical substance. So each chemical have an unique code or unique number which is represented by chemical abstract service number that has to be mentioned. And also along with the this kind of identity we have to mention the grade of the material, whether it is for prepared as per the standard of Indian Pharmacopoeia or as per the standard of USP, BP or whichever Pharmacopoeia they are followed. അപ്പോൾ അതിന്റെ ഗ്രേഡും നമ്മൾ നിർബന്ധമായിട്ടും, ഇപ്പൊ നമുക്ക് റെഗുലേറ്ററി റിക്വയർമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ CDSCO ആണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയും. ഇന്ത്യയിൽ ഫാർമക്കോപ്പിയ ആണ് ഒഫീഷ്യലി ബുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഏത് ഡ്രഗ് ആണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറിക് നെയിം കഴിഞ്ഞിട്ട് IP എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അത് ഒരു ചെറിയ IP എന്നിട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രകാരം അതിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡ്രഗ്സുകളൊക്കെ ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ സ്വാഭാവികമായിട്ടും പർച്ചേസ് ചെയ്യണം. Now coming to the second one, that is material quality and purity specification. So ആദ്യം നമ്മൾ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു, ഏത് കെമിക്കൽ ആണ്, ഏത് ഗ്രേഡ് ആണ്. ഇനി ഒരു കെമിക്കൽ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അസേ ചെയ്ത് നോക്കുന്ന സമയത്ത് there will be some
variation in the case of assay requirement. എത്ര പെർസെൻറ്റേജ് പ്യൂരിറ്റി ഉള്ള സാധനമാണ് നമുക്ക് വേണ്ടത്? 198% പ്യൂരിറ്റി ഉള്ള റോ മെറ്റീരിയൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെണ്ടർ അത് തന്നെ കൊടുത്തോളണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം. ആൻഡ് ആൾസോ ദേ ഷുഡ് മെൻഷൻ ഇമ്പ്യൂരിറ്റി പ്രൊഫൈൽ. എത്ര ഒരു സാധനവും നമുക്ക് അത്രത്തോളം 100% പ്യുവർ ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ there will be some limitation for allowable limitation for each impurity in this kind of raw material. So they have to mention, and also they have to mention the microbial limit allowed and heavy metal and residual. Heavy metal poisoning ഉണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് എത്രയാണ്, എത്ര വരെ അലൗഡ് ആണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Now coming to the third element, that is the physical and chemical properties, which include the appearance like physical description, whether crystalline, solid or powdered or colored. ഒരേ സാധനത്തിന്റെ ഡിഫറെന്റ് കളേർഡ് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഗ്രേഡ് എന്താണെന്ന് നിർബന്ധമായിട്ടും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് വിൽ ബി ഓൾറെഡി അപ്രൂവ്ഡ് ബൈ, നേരത്തെ പറഞ്ഞിട്ടുള്ള ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനിൽ നമ്മൾ റിസർച്ച് നടത്തിയ സമയത്ത് നമ്മൾ അപ്രൂവ് ചെയ്തെടുത്തതാണ്. ഇന്ന ഗ്രേഡ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫോർമുല ഉണ്ടാക്കിയത് എന്നൊക്കെ. ദെൻ സോളിബിലിറ്റി പ്രൊഫൈൽ ഓഫ് ദ സോൾവെന്റ്, ഏതിലാണ് സോൾവെന്റ്, അത് ഞങ്ങൾ എടുക്കുന്ന റോ മെറ്റീരിയൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. Then pH value of the material, moisture content, especially for the hygroscopic material, and melting point as well as boiling point. So these are some of the physical and chemical properties. Now coming to next element, that is packaging and storage requirement. So packaging specification, നമുക്ക് തരുന്ന റോ മെറ്റീരിയൽ വിച്ച് ടൈപ്പ് ഓഫ് കണ്ടെയ്നറിലാണ് അത് പാക്ക് ചെയ്ത് തരേണ്ടത്, അത് ഇങ്ങനെയുള്ള പാക്കേജിങ് മെറ്റീരിയൽ ആയിരിക്കണം. സ്റ്റോറേജ് കണ്ടീഷൻ, നമുക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്തും ഇവിടെ എത്തുന്നത് വരെ അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻ എത്രയായിരിക്കണം. ആൻഡ് ഷെൽഫ് ലൈഫ്, നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫ്. സ്വാഭാവികമായിട്ടും വൺ ഓഫ് ദ ഫാക്ടർ വി ഹാവ് ടു കൺസിഡർ APIയുടെ അതുപോലെ തന്നെ റോ മെറ്റീരിയലിന്റെ എക്സ്പയറി ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റും വരുന്നത്. അതിനനുസരിച്ച് ലോങ് എക്സ്പയറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ എത്താനുള്ള അത്രയും സമയം ആ ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കണം. Now supplier and batch information. So it is the part from the supplier. സപ്ലയർ ആണ്, വെണ്ടർ കയ്യിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. ആരാണോ നമ്മൾ വെണ്ടർ ചൂസ് ചെയ്യുന്നത്, വെണ്ടർ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ് പെർ ദ റെഗുലേറ്ററി ഹിസ്റ്ററി നോക്കണം, ട്രാക്ക് റെക്കോർഡ് നോക്കണം, അവരുടെ എക്സ്പെർട്ടീസ് നോക്കണം. ഇഫ് ദേ ക്യാൻ അറേഞ്ച് ദ റിക്വയർഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ, അതിനുള്ള ഏബിൾ ആയിട്ടുള്ള വെണ്ടർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. നോക്കിയതിന് ശേഷം ഒരേ പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരേ റോ മെറ്റീരിയൽ തന്നെ ഡിഫറെന്റ് സമയത്തായിട്ട് സാമ്പിൾ തരാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോളോ ബാച്ച് നമ്പർ സിസ്റ്റം. ഓരോ സമയത്തും അല്ലെങ്കിൽ ഡിഫറെന്റ് സമയത്ത് ഒരേ റോ മെറ്റീരിയലുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സെയിം വെണ്ടർ ആണ്. ആ വെണ്ടറിന്റെ സമയത്തും നമ്മൾ ഓരോ സമയത്ത് വരുന്ന ബാച്ചിനും ഓരോ നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈസി ഓഫ് ട്രേസബിലിറ്റി ഇൻ ദ ക്വാളിറ്റി ഇഷ്യൂ. ദെൻ ദേ മസ്റ്റ് പ്രൊവൈഡ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ്. അവര് തരുന്ന റോ മെറ്റീരിയൽ ആണ്. സോ ദേ ഷുഡ് ഹാവ് their own system for analysis of their material. As per that, they have to issue a certificate of analysis for conformity of the material which require the specification, which meet the requirement of specification. And last one is safety and handling information. So they also should mention, depending on the poisonous nature of the raw material. അപ്പൊ നമുക്ക് തരുന്ന റോ മെറ്റീരിയൽ ഹസാഡസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഏത് ടൈപ്പ് ഹസാഡസ് പ്രോപ്പർട്ടി ആണ്, എന്തൊക്കെ പ്രിക്കോഷൻസുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ ലാബലിംഗ് റിക്വയർമെന്റ്സുകളാണ് വേണ്ടത്, ഇതെല്ലാം പർച്ചേസ് സ്പെസിഫിക്കേഷൻസിൽ റോ മെറ്റീരിയൽസിന്റെ പർച്ചേസ് സ്പെസിഫിക്കേഷനിലുള്ള എലമെന്റ്സുകളാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ സ്റ്റെപ്പ് ഫോർ പ്രിപ്പയറിംഗ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഓഫ് റോ മെറ്റീരിയൽ. സോ ഈ ഒരു സാധനത്തിന്റെ കേസിൽ more than one department will be involved. R&D department, production department and warehouse അല്ലെങ്കിൽ procurement. ആരാണോ വെയർഹൗസിന്റെ ഇൻചാർജ് ഉള്ള ആൾക്കാർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓഫ് കോഴ്സ് ക്വാളിറ്റി അഷുറൻസ്. ഇവരൊക്കെ മുകളിൽ നിൽക്കുന്ന ആളായിരിക്കും ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഇവരുടെ കൊളാബറേഷൻ വഴിയാണ് ഈ പറയുന്ന പർച്ചേസ് സ്പെസിഫിക്കേഷൻസുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റോ മെറ്റീരിയൽ റിക്വയർമെന്റ്, regulatory review, vendor qualification, drafting of specification document, communication with the vendor and verification approval. So first one is identify the raw material requirement.
ഇതൊക്കെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം നല്ലൊരു റിസർച്ച് നടത്തി പുതിയൊരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഉണ്ടാക്കി, അത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി, അതിന്റെ IND അപ്ലിക്കേഷൻ എടുത്തു, അതും ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി, NDA അപ്രൂവൽ കിട്ടി. NDA അപ്രൂവൽ കിട്ടുന്നത് ഒരു പ്രൊഡക്റ്റിനാണ്, ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്ന ഫോർമുലൊക്കെയാണ്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഏതാണെന്നൊക്കെ അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് റിസർച്ച് ആൻഡ് R&D ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ ആസ് F&D ഡിപ്പാർട്ട്മെന്റ്, ഫോർമുലേഷൻ ആൻഡ് അവരാണ് ടൈപ്പും ഗ്രേഡും ഒക്കെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ ക്വാളിറ്റി അഷ്യൂറൻസ് വി ആർ ഫോളോയിങ് QBD, ക്വാളിറ്റി ബൈ ഡിസൈൻ. So there are some critical quality attributes for each ingredients. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്തും അതിനൊക്കെ ഒരു ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസുകളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് റെഗുലേറ്ററി റിവ്യൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്യുപ്മെന്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു റിസർച്ച് നടത്തണം. അത് റെഗുലേറ്ററി കംപ്ലൈൻസ് ഫോളോ ചെയ്യുന്നതാണോ, ഫാർമക്കോപ്പിയൽ സ്റ്റാൻഡേർഡ് ICH ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് റെഗുലേറ്ററി റിവ്യൂ നടത്തണം. ദെൻ വെണ്ടർ ക്വാളിഫിക്കേഷൻ. ആരാണോ വെണ്ടർ ലിസ്റ്റിലുള്ള കുറേയധികം വെണ്ടേഴ്സ് ആരാണോ അത് ക്വാളിഫൈ ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി അഷ്യൂറൻസ് റെഗുലേറ്ററി കംപ്ലൈൻസിന്റെ ഹിസ്റ്ററി ഉള്ള ഇത്രയും ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടറെ ചൂസ് ചെയ്യണം. അവരെ നമ്മൾ ഓഡിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യും. അവർക്ക് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് കൊടുക്കും, ഡ്രാഫ്റ്റിംഗ് ഓഫ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് വിച്ച് ഡീറ്റെയിൽ അബൌട്ട് ദ ഐഡന്റിറ്റി, ക്വാളിറ്റി ആട്രിബ്യൂട്ട്, പാക്കേജിംഗ്, സ്റ്റോറേജ് കണ്ടീഷൻ. ഇതെല്ലാം ഒരു ക്രോസ് ഫങ്ഷണൽ ടീം, ഈ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി അഷ്യൂറൻസ് R&D ആൻഡ് പ്രൊഡക്ഷൻ ടീം അവരത് ഒന്നും കൂടി റിവ്യൂ ചെയ്യും. അതിനുശേഷം അത് കംപ്ലീറ്റ്നെസ് ആണോ അല്ലെങ്കിൽ അക്യുറസ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വെണ്ടർ. നമ്മളെ ഫൈനൽ ഡ്രാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ വെണ്ടേഴ്സിനോട്, സെലക്ടഡ് വെണ്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുമായിട്ടൊരു അഗ്രിമെന്റ് ഒക്കെ വെക്കും. അവിടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കോസ്റ്റിന്റെ കാര്യം, എമൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനൽ സ്പെസിഫിക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്യും. ആൻഡ് വി വിൽ വെരിഫൈ ആൻഡ് അപ്രൂവ്. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് once they receive the sample, they will approve after checking the quality of the raw material. Okay, so these are the different steps for raw material purchase specification for raw material. So this is one example of purchase specification for lactose monohydrate. What is the use of lactose monohydrate? Formulative pharmacy, tablet, excipients. എന്തിനാണ് ലാക്ടോസ് യൂസ് ചെയ്യുന്നത്? എന്താണ് എക്സിപ്പിയന്റിന്റെ, ഏത് എക്സിപ്പിയന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടാബ്ലറ്റിൽ യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസ് ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ, എക്സിപ്പിയൻസിന്റെ ക്ലാസിഫിക്കേഷനാ ചോദിക്കുന്നത്. ബൈൻഡർ, ഡിസന്റഗ്രൻസ്, ഡൈലൂന്റ്, ലൂബ്രിക്കന്റ്. ലാക്ടോസ് ഇതിൽ ഏതിൽ വരുന്നതാ? കേൾക്കുന്നില്ല. ഡയലൂന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഡയലൂന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിനുള്ള സ്പെസിഫിക്കേഷൻ, ഐഡന്റിറ്റി എന്താണ്, അതിന്റെ USB ഗ്രേഡിലുള്ള ലാക്ടോസ് മോണോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. അതിന്റെ പ്യൂരിറ്റി 99 to 101% പ്യൂരിറ്റിന്റെ ഇടയിലുള്ള പ്യൂരിറ്റി ഉള്ള സാധനമായിരിക്കണം. വൈറ്റ്, കളർലെസ്, ഓർഡർലെസ്, ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടാണ് വേണ്ടത്. നോട്ട് മോർ ദാൻ 5% മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. മൈക്രോബിയൽ ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോട്ട് മോർ ദാൻ 10 ppm ഹെവി മെറ്റൽസ് ഉണ്ടാവാൻ പാടില്ല. പാക്കേജിങ് 25 kg പാക്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് പർച്ചേസ് സ്പെസിഫിക്കേഷനിൽ. നമുക്ക് എങ്ങനെയാണ് അത് പാക്ക് ചെയ്ത് വേണ്ടത്, എങ്ങനെ, എത്ര ഷെൽഫ് ലൈഫ് വേണം, എന്തൊക്കെയാണ് സെറ്റ്, അതിന്റെ കൂടെ വേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഫോർ ലാക്ടോസ് മോണോഹൈഡ്രേറ്റ്. നൗ കമ്മിങ് ടു ദ മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ ഫോർ റോ മെറ്റീരിയൽ. അപ്പൊ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നേരത്തെ കാണിച്ചു. സോ ഫസ്റ്റ് തിങ് ഈസ് പർച്ചേസ്. ആ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്റ്റോർ വെയർ ഹൗസിൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ സംഗതി പർച്ചേസ് എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നത് തറോ നോളേജ് അബൌട്ട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അറിയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഇൻവോൾവ് ചെയ്തിട്ട്
പ്രൊക്വയർമെന്റ് അല്ലെങ്കിൽ വിയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോർപ്പറേഷനോട് കൂടിയിട്ട് സപ്ലയറുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന ആളായിരിക്കണം. യൂഷ്വലി ഒരു റിലയബിൾ ആയിട്ടുള്ള വെണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ റിലയബിൾ ആയിട്ടുള്ള വെണ്ടറിന് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ബി ഇൻ കോൺട്രാക്ട് വിത്ത് ദിസ് കൈൻഡ് ഓഫ് വെണ്ടേഴ്സ്. കാരണം ഇങ്ങനെ കോൺട്രാക്ട് ഉള്ള സമയത്ത് അവർ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇന്ന സമയത്ത് ഞങ്ങൾക്ക് അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങും, ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത ബാച്ച് ഓഫ് റോ മെറ്റീരിയൽ ആവശ്യമാണ്. ഇത് രണ്ടുപേർക്കും കമ്മിറ്റ്മെന്റ് ആണ്. കാരണം ഒരു വിയർ ഹൗസ് മാനേജർ എന്നുള്ള രീതിയിൽ അവരുടെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇവർക്ക് കറക്റ്റ് ആയിട്ട് വെണ്ടേഴ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു കോൺട്രാക്ട് ബേസിലാവുന്ന സമയത്ത് മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. മറ്റേത് നെഗോഷിയേറ്റിംഗ് നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഡീലുകളും പോവാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. ഓക്കെ, നൗ പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി പർച്ചേസ് ചെയ്തു. നൗ നെക്സ്റ്റ് വൺ വിൽ റിസീവിംഗ് ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ദ സ്റ്റോറേജ്. ഇപ്പൊ പർച്ചേസ് സ്പെസിഫിക്കേഷൻ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഒരു വിയർ ഹൗസിൽ റിസീവ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്, സാമ്പിൾ ചെയ്യേണ്ടത് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു SOP ഉണ്ടായിരിക്കണം. ആദ്യത്തെ കാര്യം അതാണ്. ആ SOP പ്രകാരമായിരിക്കണം ഇത് റിസീവ് ചെയ്യേണ്ടത്, സാമ്പിൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു എക്സാമിൻ വിഷ്വലി. നമുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കണ്ണുകൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം. ആൻഡ് ആൾസോ വി ഹാവ് ടു ചെക്ക് ഫോർ ദ ലാബൽ. ഫസ്റ്റ് കാര്യം, റിസീവ് ചെയ്യുന്ന റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ആരാണോ വിയർ ഹൗസ് ഇൻചാർജ്, ദേ ഹാവ് ടു റിസീവ് ഇറ്റ് ആൻഡ് ദേ ഹാവ് ടു ലുക്ക് ഫോർ എനി ഡാമേജ് ഇൻ ദ പാക്കേജ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ബോട്ടിലിൽ തന്നെ അല്ലെങ്കിൽ കവറിങ്ങിൽ തന്നെയാണ് നമ്മളെ റോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. 25 kg നമ്മൾ എന്താണോ കണ്ടെയ്നറുകളാണ് നമ്മൾ ഓർഡർ കൊടുത്തെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വെയിറ്റും ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം. ഇൻ കേസ് if there is any damage, it should be reported to the supplier as well as quality control department. സെയിം ടൈം തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഒരു റോ മെറ്റീരിയൽ ഒരു വെയർ ഹൗസിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതെടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ക്വാറന്റൈൻ. എന്തിനാണ് ക്വാറന്റൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിട്ടുള്ള സാധനം ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വന്ന് സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി കൺട്രോളുകൾ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ വിയർ ഹൗസ് പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, ഒരു വിയർ ഹൗസ് ഉള്ള ഏരിയയിൽ ആ ഏരിയ ഷുഡ് ബി സെഗ്രിഗേറ്റഡ്. റിസീവിംഗ് ഓഫ് ദ മെറ്റീരിയൽ, ക്വാറന്റൈൻഡ്, അപ്രൂവ്ഡ് മെറ്റീരിയൽ, റിജക്റ്റഡ് മെറ്റീരിയൽ, റിട്ടേൺഡ് മെറ്റീരിയൽ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വിയർ ഹൗസ് തന്നെ ഡിഫറെന്റ് ആയിട്ട് ഏരിയ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം ക്വാറന്റൈൻ ആണ് ചെയ്യേണ്ടത്. ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം അത് കണ്ടാമിനേഷൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തി ക്വാറന്റൈൻ ചെയ്യണം. ഇനി ഇൻ കേസ് ബോക്സസുകൾ അല്ലെങ്കിൽ ബാഗ്സുകളൊക്കെ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും ഫ്ലോറിൽ വെക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിട്ട് വെച്ച് വെക്കാൻ പാടില്ല. ദെയർ ഷുഡ് ബി റാക്ക് സിസ്റ്റം. ഒരു സാധനങ്ങളും ഫ്ലോറിലുള്ള രീതിയിലല്ല വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഒരു റാക്ക് അതിനായിട്ട് ഉണ്ടായിട്ടുണ്ടാകണം, അതിന്റെ മുകളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. And suitable space must be left between this kind of raw material for proper cleaning as well as inspection of the material. Now, next step is sampling. റിസീവ് ചെയ്തു, ക്വാറന്റൈനിലോട്ട് മാറ്റി. ഇനിയുള്ള അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്, സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. സോ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഷുഡ് ബി ടേക്കൺ ഫ്രം ഈച്ച് ഇൻഗ്രീഡിയൻസ് ആൻഡ് ഈച്ച് ബാച്ച്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോ മെറ്റീരിയലിന്റെയും എത്ര എമൗണ്ട് എടുക്കണം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് സഫീഷ്യന്റ് ഡാറ്റ അല്ലെങ്കിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സാമ്പിൾ എടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആൻഡ് ഒരേ ഷിപ്മെന്റിൽ തന്നെ രണ്ട് പാക്കേജിലായിട്ട് രണ്ട് ഡിഫറെന്റ് ബാച്ച് നമ്പറിലായിട്ട് സെയിം റോ മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ബാച്ച് മെറ്റീരിയലിനും സാമ്പിൾ എടുക്കേണ്ടതുണ്ട്. ഒരേ റോ മെറ്റീരിയൽ ലാക്ടോസ് എന്ന് പറയുന്ന സാധനമാണെന്ന് വിചാരിക്കുക. ബാച്ച് നമ്പർ 101 എന്നുള്ള ഒരു ബാച്ച് ഒരു ഷിപ്മെന്റിൽ വന്നിട്ട് അതേ ഷിപ്മെന്റിൽ തന്നെ 102 എന്ന് പറയുന്ന ബാച്ചും വന്നിട്ടുണ്ട്. ഒരേ ലാക്ടോസ് ആണ്, ഒരേ പർപ്പസിന് യൂസ് ചെയ്യാനുള്ളതാണ്. ബട്ട് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു ടേക്ക് സാമ്പിൾ ഫ്രം 2 ഡിഫറെന്റ് ബാച്ചസ് ഓഫ് സെയിം ഷിപ്മെന്റ്. ഓക്കെ, ഇനി കണ്ടെയ്നേഴ്സുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ സാമ്പിൾ എടുക്കുന്ന കണ്ടെയ്നേഴ്സുകൾ അതിൽ കണ്ടാമിനേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമേ കണ്ടെയ്നേഴ്സുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. Once we are taking sample from each container, ഒരു 25 kilogram ഉള്ള ഒരു ചാക്കാണ് ഒരു കണ്ടെയ്നർ ആയിട്ട് വന്നതെന്ന് വിചാരിക്കുക. They have to take sample from the bottom, middle and top of this kind of
bottles as well as packagings. Okay. ഒരേ സാധനത്തിന്റെ ഡിഫറെന്റ് ഏരിയയിലുള്ള സാമ്പിളുകൾ എടുക്കണം. ആ സാമ്പിൾ ഹോൾഡിംഗ് കണ്ടെയ്നർ ഷുഡ് ബി ലാബിൾഡ് പ്രോപ്പർലി. എടുക്കുന്ന സാധനം മാറിപ്പോവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നെയിം ഓഫ് ദ മെറ്റീരിയൽ, ലോട്ട് നമ്പർ, container number, date of sampling, name of the person who are collecting the sample. This should be mentioned in the bottles. Now, next step is testing of the sample. അപ്പോൾ സാമ്പിൾ എടുത്തു, QC ഡിപ്പാർട്ട്മെന്റ് സാമ്പിൾ എടുത്തതിന് ശേഷം they have to go for at least one test for their identity, മെറ്റീരിയൽ ഐഡന്റിറ്റി കൺഫേം ചെയ്യാനുള്ള ഓരോ റോ മെറ്റീരിയലിന്റെയും ഒരു ടെസ്റ്റെങ്കിലും നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. And it must be carried out to determine the conformity with the predetermined specification for quality, strength as well as purity. Now, if the vendor is supplying some kind of certificate of analysis, നമുക്ക് തരുന്ന വെണ്ടർ തന്നെ നമ്മുടെ മെറ്റീരിയലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ we can use that material without quality control test unless and otherwise the vendor is reliable. നമുക്ക് കോൺട്രാക്റ്റിലുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു വെണ്ടർ എടുത്തുനിന്നാണ്, നമ്മളിത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു വെണ്ടർ എടുത്തുനിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് അവർ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് വെച്ചിട്ട് തന്നെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യാം. ആൻഡ് മെറ്റീരിയൽ ദാറ്റ് ആർ ലയബിൾ ടു കണ്ടാമിനേഷൻ വിത്ത് അഡൾട്ടറൻസ് ഓർ ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻ ഓർ ഫിൽത്ത് ഷുഡ് ബി എക്സാമിൻഡ് for such kind of contamination and also for the microbiological test. എന്തെങ്കിലും രീതിയിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ, എസ്പെഷ്യലി ദ ലിക്വിഡ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ്, ഇതിലാണ് കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സാധനത്തിലാണ് കൂടുതൽ മൈക്രോബിയൽ അറ്റാക്ക് വരാനുള്ള ചാൻസ്. അപ്പൊ അത് നിർബന്ധമായിട്ടും സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് പോലെയുള്ള ടെസ്റ്റിലോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ ദ പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, they will give some kind of report whether this recipient or excipient is approved or rejected. Okay, if they meet all the criteria as per the purchase specification for identity, quality, purity and strength, it can be issued as an approved material. So this kind of material will be moved from the quarantine to approved section of the warehouse. Otherwise it will be moved to the rejected section of the warehouse. Okay, മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആണ്. അപ്പൊ റിജക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ലേബൽ ചെയ്യും. ക്വാറന്റൈനിലുള്ള സാധനത്തിനെ ക്വാറന്റൈൻഡ് എന്ന് ലേബൽ ചെയ്യും. അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനത്തിന് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ നമ്മൾ ലേബൽ ചെയ്യും. റിജക്റ്റഡ് ആയിട്ടുള്ള സാധനത്തിന് റിജക്റ്റഡ് എന്ന് പറയുന്ന ലേബൽ ചെയ്യും. അലോങ് വിത്ത് ദ എക്സ്പിറേഷൻ ഡേറ്റ് ആസ് വെൽ ആസ് മാനുഫാക്ചറിംഗ് ഡേറ്റ് ആൻഡ് ടെസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ നമ്മൾ ലേബൽ ചെയ്യും. ആൻഡ് യൂസിങ് അപ്രൂവ്ഡ് മെറ്റീരിയൽസ് ഓൺലി ഫോർ ദ പ്രൊഡക്ഷൻ. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ റിജക്റ്റഡ് ഏരിയയിലോട്ട് മാറ്റും. ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ഫോർ ദ പ്രൊഡക്ഷൻ വി വിൽ യൂസ് ദ അപ്രൂവ്ഡ് മെറ്റീരിയൽ വിച്ച് ഈസ് സ്റ്റോർഡ് പ്രോപ്പർലി ആൻഡ് വിച്ച് ഈസ് ഇഷ്യൂഡ് ഇയർലിസ്റ്റ് അപ്രൂവൽ സ്റ്റോക്ക്. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇൻവെന്ററി കൺട്രോൾ ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണോ സബ്ജക്ട്? ഇല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ അതിലുള്ള ഇൻവെന്ററി, നമുക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ വിയർ ഹൗസ് എന്ന് പറയുന്നത് ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ എക്സ്പെൻഡിച്ചറിന്റെ ഒരു മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻവെന്ററി അത്രയും കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കുറേയധികം സ്റ്റോക്ക് വാങ്ങി വെക്കാതിരിക്കുക എന്നുള്ളതൊന്ന്, വാങ്ങി വെച്ച സ്റ്റോക്ക് കെട്ടിക്കിടക്കാതിരിക്കുക എന്നുള്ളതൊന്ന്, ഇനി പ്രൊഡക്ഷന്റെ റിക്വയർമെന്റിനനുസരിച്ച് സ്റ്റോക്ക് തികയാതെ വരാതിരിക്കുക എന്നുള്ളതൊന്ന്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് സാധാരണ ഇൻവെന്ററി കൺട്രോളിലുള്ള ഒരു സിസ്റ്റമാണ് FEFO എന്ന് പറയും, ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട്. അപ്പൊ നമുക്ക് ഒരേ മെറ്റീരിയലിന്റെ ഡിഫറെന്റ് ബാച്ചസുകൾ വന്നിട്ടുണ്ട് വിത്ത് ഡിഫറെന്റ് എക്സ്പയറി ഡേറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആദ്യം എക്സ്പയറി ആവാൻ പോകുന്ന റോ മെറ്റീരിയൽസുകളായിരിക്കണം. അതാണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത്. സോ ഇനി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ എക്സിപ്പിയന്റിന്റെ ഷെൽഫ് ലൈഫ് നോക്കുന്ന സമയത്ത് ഷെൽഫ് ലൈഫ് ഓഫ് APIനേക്കാളും കൂടുതലുള്ള എക്സിപ്പിയന്റ് നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസുകൾ ഉണ്ട്. എക്സിപ്പിയൻസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, APIക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന APIയുടെ എക്സ്പയറി ഡേറ്റിനേക്കാളും കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു എക്സിപ്പിയന്റ് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ അത് കൺസിഡർ ചെയ്യാം. കാരണം
അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റിന്റെ ഫൈനലി ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് കൺസിഡർ ചെയ്യുന്നത് APIന്റെ എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനേക്കാളും എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും സ്റ്റോക്ക് കുറെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടൈമൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റീടെസ്റ്റഡ് ഫോർ ദ ക്വാളിറ്റി. കുറെ കാലം വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു, അപ്രൂവ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ കുറെ കാലത്തിന് ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ അവിടെ നടന്നില്ല, അതുകൊണ്ട് വെയർ ഹൗസിൽ കുറെ കാലം കഴിഞ്ഞതാണ്. അതിൽ എന്തെങ്കിലും ചാൻസുകൾ ഉണ്ട് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള രീതിയിൽ, എൻവിറോൺമെന്റൽ ചേഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിന്റെ അറ്റാക്കോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പെസ്റ്റിന്റെ അറ്റാക്കോ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടുത്ത പ്രാവശ്യം ഈ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് വി ഹാവ് ടു ഗോ ഫോർ റീടെസ്റ്റ്. ഓക്കെ, നൗ ഹാൻഡിലിംഗ് ഓഫ് റിജക്റ്റഡ് മെറ്റീരിയൽ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അപ്രൂവ്ഡ് മെറ്റീരിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. റിജക്റ്റഡ് മെറ്റീരിയൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ലേബൽ ചെയ്തിട്ട് ക്വാറന്റൈൻ ചെയ്യും. അഗെയിൻ അതിന് റിജക്റ്റഡ് മെറ്റീരിയൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഏരിയ ഉണ്ടാവും ടിൽ ദ സേഫ്റ്റി ഡിസ്പോസൽ. എപ്പോഴാണോ സേഫ്റ്റി ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് അതുവരെ നമ്മൾ റിജക്റ്റഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യും. ആൻഡ് we have to choose appropriate containers as well as closure for storing as well as for using this kind of raw material during the processes. Okay, അപ്പൊ റോ മെറ്റീരിയൽ ആണ്, കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സുകളാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സുകൾ നേരത്തെ പറഞ്ഞ പോലെ റിയാക്റ്റീവ് ആവാൻ പാടില്ല, അബ്സോർപ്റ്റീവ് ആവാൻ പാടില്ല. ഈ പറയുന്ന കണ്ടെയ്നേഴ്സിന്റെ മെറ്റീരിയലിന് ഒരു സാധനവും പ്രൊഡക്റ്റിലോട്ട് വരാനോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിലോട്ട് വരാനോ, റോ മെറ്റീരിയലിന്റെ എന്തെങ്കിലും സാധനം ഈ റബ്ബർ ക്ലോഷർ ഒക്കെ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ കുറെ അധികം അബ്സോർപ്ഷൻ ഈ റബ്ബർ ക്ലോഷറിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലാത്ത സാധനങ്ങളായിരിക്കണം, ഇത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സിസ്റ്റം ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിന് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന സാധനമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ AI എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, പ്രിഷ്യസ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി സ്റ്റോറേജ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദീസ് റോ മെറ്റീരിയൽസ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ആസ് പെർ ദ GMP, അതിനാവശ്യമായിട്ടുള്ള എൻവിറോൺമെന്റൽ കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓരോ റോ മെറ്റീരിയലിനും സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ് എക്സ്പോഷർ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ ആ രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു സെഗ്രിഗേറ്റ് ദ സ്റ്റോറേജ് ഏരിയ ഫോർ hazardous as well as poisonous substances from the active pharmaceutical ingredients. ഇപ്പോൾ എല്ലാ സാധനവും കൂടി ഒരേ സ്ഥലത്തല്ല, അപ്രൂവ്ഡ് ഏരിയ ആണെങ്കിൽ പോലും അപ്രൂവ്ഡ് ഏരിയയിൽ തന്നെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളും ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചും കൂടി ടോക്സിക് ആയിട്ടുള്ള സോൾവെന്റ്സുകളൊക്കെ, ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇതൊക്കെ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ദാൻ ഫ്രം ദി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ദർ വിൽ ബി ആൻ സെപ്പറേറ്റ് ഏരിയ ഫോർ ക്വാറന്റൈൻ, റിലീസ്ഡ് ആൻഡ് റിജക്റ്റഡ് പ്രൊഡക്റ്റ്. അങ്ങനെ അതിനനുസരിച്ചും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദർ ഷുഡ് ബി ആൻ സഫീഷ്യന്റ് ഇൻവെന്ററി കൺട്രോൾ, ലൈക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട്. രണ്ട് രീതിയിലുള്ള ഇൻവെന്ററി കൺട്രോൾ ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ആദ്യം വന്ന സ്റ്റോക്ക് ആദ്യം എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആദ്യം എക്സ്പയറി ആകുമ്പോൾ പോകുന്ന സാധനം ആദ്യം യൂസ് ചെയ്യുക എന്നുള്ളത്. ഈ രണ്ടും ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റോക്ക് ലെവലിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോക്ക് ഔട്ട് അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദ റെഗുലേറ്ററി റിക്വയർമെന്റ്, documentation of this raw material. Each raw material should be documented. Each batch നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. അതിന്റെ മെറ്റീരിയൽ സോഴ്സ്, ആരാണ് വെണ്ടർ, അതിന്റെ സ്പെസിഫിക്കേഷൻ, ടെസ്റ്റിംഗ് റിസൾട്ട്, സ്റ്റോറേജ് കണ്ടീഷൻ, യൂസേജ് ഇൻ ദ മാനുഫാക്ചറിംഗ് പ്രോസസ്. So the documentation is very very mandatory for the traceability and facilitate the investigation in the events of quality issues. ഇപ്പൊ എവിടെയാണോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്ന സമയത്ത് in order to investigate എവിടെ നിന്നാണ് ഈ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ വന്നതെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ they have to document it. Okay, so that's all about the purchase specifications of raw material as well as maintenance of store in
for the raw materials. നേരത്തെ പറഞ്ഞു തന്നെയാണ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ ഫോർ ദ റോ മെറ്റീരിയൽ 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പർച്ചേസ് സ്പെസിഫിക്കേഷൻ 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദീസ് ആർ ദ സം ഓഫ് ദ references for this raw material selection, purchase specification, as well as maintenance of raw materials in store. That's all about raw materials. Thank you.